കുറച്ച് ദിവസം മുമ്പ് നമ്മളെ പേര് ഉപയോഗിച്ചിട്ട് ഒരു ചങ്ങായി 2-3 ആൾക്കാരായിരുന്നായിട്ട് പൈസ വാങ്ങിയെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടീനല്ലോ. അതിൻ്റെ താഴത്ത് കുറേ ആൾക്കാർ പറഞ്ഞു റീച്ചിന് വേണ്ടി വെറുതെ അതും ഇതും പറയരുത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൻ്റെ ഒരു ഫോൺ കോൾ നമുക്ക് കിട്ടിയേക്കുക, നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇത് ഇവന് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് വെച്ചാൽ, നമ്മളൊരു മീറ്റപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ കോഴിക്കോട് വെച്ച്, അതൊക്കെ കഴിഞ്ഞ് ഞാൻ 14-ാം തീയതിന്ന് ഇതിൽ പറഞ്ഞെങ്കിൽ പരിപാടി ഞാൻ 10-നാണ് നടത്തിയത്. അപ്പോൾ പരിപാടിയിൽ നിന്ന് പബ്ലിക് 14-ന് പറഞ്ഞെന്നുള്ളത് ഇവൻ അറിഞ്ഞോളൂ. ഇവൻ കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഇവൻ അറിയാം. പരിപാടി എങ്ങനെയാണ് അതിൻ്റെ ഇതെല്ലാം വീഡിയോ കണ്ടിട്ടുള്ള രീതിയിൽ ഡീറ്റെയിൽസ് അറിയാം. എന്നിട്ട് ചില ആൾക്കാർ എൻ്റെ നമ്പർ കിട്ടാത്തതുകൊണ്ട് കമൻറ്റിൽ നമ്പർ അയക്കും, അംശം ഒന്ന് വിളിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ നമ്പർ പബ്ലിക്കായിട്ട് ഇടരുത്. അപ്പം ചില ആൾക്കാർ ഇതേപോലെയുള്ള ഫ്രോഡുകൾ വിളിച്ചിട്ട് നമ്മളതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ട് പോകും. അതാണ്. ഇല്ലെങ്കിൽ നല്ല അതിനെപ്പറ്റി അതിനൊന്നും നിൽക്കാത്ത ആളായിരിക്കണം. ഇപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിവില്ലാത്തവർ ദയവ് ചെയ്ത് നമ്പറൊന്നും അങ്ങനെ ഇടരുത് കേട്ടോ. ഇവനിതാ നമ്മളെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ആദ്യം വോയിസ് ഒന്ന് കേൾക്ക്, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഹലോ, മുരുകനാണോ സംസാരിക്കുന്നത്? അതെ, മുരുകൻ. ഞാൻ ഹംസ ബ്ലോഗ്സ് വിളിക്കുന്നതാണ്. ഹംസ ബ്ലോഗ്സ് ഇല്ലേ? ഇതെവിടെയുള്ള? നമ്മുടെ കഴിയാത്ത കുട്ടികളെ, വികലാംഗമായിട്ടുള്ള കുട്ടികളെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ഞാൻ സംസാരിച്ചിരുന്നല്ലോ അല്ലേ? അതെ. നമ്മുടെ ഇതിന് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതിന് കേട്ടല്ലോ വോയിസ്. അപ്പോൾ അവിടെ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കുമോ കാര്യങ്ങളെന്ന് വെച്ച്. ഇപ്പോൾ എനിക്ക് ക്ലിയറായി. ഇവൻ ഈ വോയിസ് റെക്കോർഡൊന്നും ചെയ്യുമെന്നുള്ളതൊന്നും ഓന് ചിന്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൻ്റെ പേര് അസ്ലം എന്നാണ്. ഓൻ്റെ ഡീറ്റെയിൽസും നമ്പറൊക്കെ മുമ്പ് നമ്മളിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, ഇവ കറക്റ്റ് ക്ലിയറായിട്ട് നമ്മളെ ഒരാളെ എങ്ങനെ പറ്റിക്കാന്നുള്ളതിന് ഇതാണ്. നമ്മളെ പേരും പറഞ്ഞ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, ഇങ്ങനെ ഒരാളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല ഇങ്ങനെ വിളിക്കാനും കാര്യങ്ങൾ ചെയ്യാനും. ഇവൻ ഈ പരിപാടിക്ക് ഇവൻ പിടിക്കപ്പെട്ട് ഇനി ഇവൻ എന്തൊക്കെ ചെയ്തൊക്കെ നമുക്കറിയാം. എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് ഇവൻ ആരുടെ പൈസ വാങ്ങിക്കുന്നോ, എന്തൊക്കെ കല്യാണത്തിൻ്റെ എന്തൊക്കെ ഫ്രോഡ് പരിപാടി നടത്തിക്കുന്നോ എന്ന് നമുക്കൊരു പിടുത്തവും ഇല്ല. ഇവൻ ഒരാളല്ല, ഇവനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും എൻ്റെ പേരും പറഞ്ഞിട്ടു ഇങ്ങനെ. ഞാൻ എന്തോ സംഭവിച്ചല്ല, ഈ വീഡിയോ കാര്യം ഇടുന്നതുകൊണ്ട് ചില ആളുകൾക്ക് അറിയാമെന്നുള്ളതിൻ്റെ ഒരു ബേസിൽ നമ്മളെ പേരും നമ്മളിതും കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുണ്ട്. ഇവൻ പിന്നെ 500 ഉറുപ്പ്യക്ക് എല്ലാവരെങ്കിലും ഫ്രോഡ് പരിപാടി ചെയ്യടോ എന്നൊക്കെ ചോദിച്ച ആളുണ്ട്. നിലവിൽ 3 ആൾക്കാരോട് ഇവൻ പൈസ വാങ്ങിയെന്നുള്ളത്. ഇനി വേറെ ആരുടെ വാങ്ങിക്കോ ഉള്ളത് അറിയാമല്ലോ, കിട്ടുന്നത് പോരട്ടെ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മൈൻഡ് സെറ്റ്. ഇവനെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. മുഹമ്മദ് അസ്ലം എന്നാലോ എൻ്റെ പേര്. എന്ത് ചെയ്യാനല്ലേ? അപ്പോൾ ഇവനെ പോലെയുള്ള ഫ്രോഡുകൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അനാവശ്യമായിട്ട് നമ്പറൊന്നും ഇതിൽ എഴുതിയിടരുത്. അതെങ്കിലും എന്തെങ്കിലും പറയും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ ഫീസല്ലാണ്ട് മുമ്പ് നമ്മളിങ്ങനെ ഇതോന് ആദ്യമായിട്ട് കിട്ടിയ ചാൻസ് ആയിരിക്കും. പൈസേൻ്റെ ഒരു കാര്യം നമ്മൾ ഇതുവരെ ഇതിൽ അങ്ങനെ ഇട്ടിക്കില്ല. നമ്മളെന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളൊന്നും മറ്റും മുമ്പ് ഒരു പരിപാടി നടത്തിയതൊന്നും ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാവുമോ അല്ല ഇതിൻ്റെ മുമ്പ് ചെയ്തിക്കൊന്നൊന്നും അറിയാമല്ലോ. ഇനി ഞാൻ പറയാമെന്ന് വെച്ചാൽ, യാതൊരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ഫ്രോഡിലും പോയി പെടരുത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക. എൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ്, ഓഫീസിൽ നിന്നാണ്, ഏട്ടനാണ്, അനിയനാണ്, കുടുംബക്കാരനാണ് എന്നെല്ലാം പറഞ്ഞ് ആര് വിളിച്ചാലും വിശ്വസിക്കരുത്. അതൊക്കെ ഫ്രോഡുകളാണ്. ഞാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല അങ്ങനെ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരെങ്കിലും ഏർപ്പാടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് അറിയിക്കൂ, നിങ്ങൾക്ക് അയാളെ കാണിച്ചു തരിച്ചു. അല്ലാണ്ട് ആരെങ്കിലും ഏതേ നമ്പറിൽ നിന്ന് വിളിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ചീറ്റാവരുത് കേട്ടോ. ഇവൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് പഠിച്ചിട്ട് നമ്മളിപ്പം ചെയ്യുന്ന വെച്ചാൽ രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാവിലത്തെ നാസ്തിയും ചായയൊക്കെ അവിടെ ഉണ്ടാവും. ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും, വൈകുന്നേരം ചായയും കടികളൊക്കെ ഉണ്ടാവും. നമ്മളൊരു 10 വളണ്ടിയേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും. ഹാള് റെന്റിനെടുത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അങ്ങനെ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തോന്നലുണ്ടോ അങ്ങനെ വരാൻ? ഇതിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഇവൻ കറക്റ്റ് ഇവൻ്റെ ഈ വോയിസ് മനസ്സിലാക്കുന്നവരുണ്ടാവുമല്ലോ. ഇവൻ വീട്ടുകാർക്കൊക്കെ മനസ്സിലാകാണ്ടിരിക്കുമല്ലോ. എന്തായാലും ദൂരത്തൊന്നുമല്ല, നമ്മളെ ഈ ഏരിയയിലുള്ള ആൾ തന്നെയാണ്. സ്ലാങ് കേട്ടാൽ അറിയാമല്ലോ. കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിലുള്ള ആൾ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നുമല്ല, തിരുവനന്തപുരം ആ വൈക്ക് അങ്ങോട്ടൊന്നും, തൃശ്ശൂർ വൈക്കൊന്നുമല്ല. നമ്മൾ ഈ ഏരിയ തന്നെ ഉള്ളൊരു ചങ്ങായിയാണിത് ഇതിൻ്റെയൊക്കെ. അപ്പോൾ നീ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ആളാണെന്നറിയാം. എല്ലാം കാണുന്ന കൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ക്ലിയറായിട്ട് കാര്യങ്ങൾ. ഒറ്റൊരു കാര്യം ചോദിക്കാനുള്ളൂ, നീ ഈ പറ്റിച്ച് തിന്നുന്നതല്ലോ എനിക്ക് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇനി എന്ത് ചെറ്റത്തരം ചെയ്തിട്ടാണല്ലേ? ഇതിലും ഭേദം എന്താ പറയണ്ടേ, അത്രയും നീചമായൊരു ജോലി ചെയ്യുന്നത് എനിക്ക് ഇതിലും നല്ല കേട്ടോ. ഒരാളിങ്ങനെ പരസ്യമായിട്ട് പറ്റിച്ചിട്ട് എനിക്ക് ഈ പൈസ എല്ലാം നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ എന്നോട് ഡയറക്റ്റ് എനിക്കൊരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനങ്ങ് തന്നേക്കുമായിരുന്നു. ഇങ്ങനെ പറ്റിച്ചിട്ട് നീ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
ഓരോരുത്തർ ഇയാളോട് 1500 വാങ്ങി, അങ്ങനെ 2-4 വാങ്ങിക്കും. അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഒരു മാരകാസുഖം വന്നാൽ തീരുന്നതേ ഉള്ളൂ. ഇനി എന്തായാലും എനിക്ക് അതിനുള്ള ഈ ലോകത്ത് നിന്ന് തന്നെ കിട്ടാണ്ട് ഇനി പോകുമൊന്നുമില്ല. വേറെ കാര്യം എനിക്ക് വേറെ ഇത് മാത്രമല്ല, എനിക്ക് പബ്ലിക്കായിട്ട് തന്നെ പറയാൻ തന്നെ വിചാരിച്ചിട്ട് അതല്ലാത്ത വേറെ പണി വയ്യ വരുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ ഒരുപാട് നമ്മളെ ചുറ്റുമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കും, അനാവശ്യമായിട്ട് ഫ്രോഡ് ചെന്ന് വിടരുത്. എനിക്കില്ലൊന്നും യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, ഞാനിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഇനിയിപ്പോൾ വിചാരിക്കുക ഇനിയിപ്പോൾ 2-3 ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഓഫീസിൽ തന്നെ ആൾക്കാർ നേരിട്ടെങ്കിൽ വരട്ടെ, ഇവിടെ തുറന്ന് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക, നമുക്ക് കാര്യങ്ങൾ ഡയറക്റ്റ് കണ്ട് തന്നെ ഇതാക്കുക. ഇതേപോലെ ഇങ്ങനെ ഓരോരുത്തന്മാരുണ്ടാവും, എല്ലായിടത്തിലും ഓരോരുത്തന്മാരുണ്ടാവും ഇങ്ങനെ ഇടങ്ങാറാക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് വെറുതെ റീച്ചിന് വേണ്ടി പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഓലിക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചങ്ങായിൻ്റെ വോയിസ് റെക്കോർഡ് പറഞ്ഞത്. ഇതൊന്നും വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഇതിലത് പറയലില്ല. എൻ്റെ റീച്ചിന് വേണ്ടി ഒരു സാധനം ഞാൻ ഇതിൽ പറയില്ല. എന്താ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യലുണ്ട്. പിന്നെ എന്തെങ്കിലും ഫ്രോഡാണെന്ന് അത് ഉള്ളതേ പറയുള്ളൂ, ഇല്ലാത്ത പറഞ്ഞ റീച്ച് വാങ്ങിയിട്ട് അങ്ങനെ അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം നമ്മൾ ഇതിൽ വരുമാനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇടങ്ങാറൊന്നുമില്ല. ഞാൻ എന്ത് പണിക്കും റെഡിയാണ്. ഇപ്പോൾ മാക്സി വെക്കാനായാലും ശരി, ആക്രി വർക്കായാലും ശരി, എന്ത് പണിയെടുക്കാൻ നമ്മൾ റെഡിയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഇല്ലാത്ത പറഞ്ഞ് റീച്ചാക്കിയിട്ട് ജീവിക്കണം എന്നുള്ളതൊന്നുമില്ല. ഓൾവേസ് റെഡി ഫോർ എവറിത്തിങ്. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ആരും വഞ്ചിക്കപ്പെടാതിരിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ.